സ്വന്തം സുരക്ഷ ഇനി നിങ്ങൾ തന്നെ നോക്കണം. ലോകത്തെ വൻ ശക്തിയായ അമേരിക്ക തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മുഖത്തു നോക്കി പറയുന്ന വാക്കുകളാണിത്. പതിറ്റാണ്ടുകളായി ലോക പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അമേരിക്ക ആ കുപ്പായം അഴിച്ചു വയ്ക്കാൻ ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ച പെന്റഗൺ പുറത്തിറക്കിയ 32 പേജുള്ള ആ രേഖ ലോകക്രമത്തിൽ വലിയൊരു അഴിച്ചുപണിക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി അഥവാ ദേശീയ പ്രതിരോധ തന്ത്രം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളോടുള്ള അമേരിക്കയുടെ സമീപനത്തിലെ മാറ്റമാണ്. യൂറോപ്പ് മുതൽ ഏഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന സഖ്യരാജ്യങ്ങൾ ഇനി അങ്ങോട്ട് സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കയെ മാത്രം ആശ്രയിക്കരുത് എന്നാണ് ട്രംപ് ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നുമുള്ള ഭീഷണികൾ നേരിടേണ്ട ഭാരം അതത് രാജ്യങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കണം. അമേരിക്കൻ നികുതി പണം ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കാവൽ നിൽക്കുന്ന രീതി അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയത്തിന്റെ കൃത്യമായ പ്രതിഫലനമാണ് ഈ രേഖ. വർഷങ്ങളായി അമേരിക്കൻ പൗരന്മാരുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് മുൻ സർക്കാരുകൾ സഖ്യകക്ഷികളെ സഹായിച്ചിരുന്നതെന്നും ആ രീതി ഇനി നടക്കില്ല എന്നും ഈ രേഖ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഈ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ 2022 ജോ ബൈഡൻ പുറത്തിറക്കിയ പ്രതിരോധ തന്ത്രവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യണം. അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കണ്ടിരുന്നത് ചൈനയെയായിരുന്നു. ചൈനയെ നിയന്ത്രിക്കുക എന്നതായിരുന്നു 2022 മുഖ്യ അജണ്ട. എന്നാൽ 2025 എത്തുമ്പോൾ കഥ മാറുന്നു. ചൈനയെ തകർക്കുകയോ നാണം കെടുത്തുകയോ അല്ല അമേരിക്കയുടെ ലക്ഷ്യമെന്ന പുതിയ രേഖ പറയുന്നു. മറിച്ച് ചൈനയുമായി നീതിപൂർവമായിട്ടുള്ള വ്യാപാരവും സുസ്ഥിരമായ സമാധാനവുമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചൈന എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുള്ള തായ്വാനെ കുറിച്ച് ഈ രേഖയിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നതാണ്. തായ്വാൻ പിടിച്ചെടുക്കുമെന്ന് ഷീ ജിൻപിങ് ഭീഷണി മുഴക്കുമ്പോഴും അമേരിക്കയുടെ ഈ മൗനവും നിലവിലെ നിലപാട് മാറ്റവും തായ്വാന് നൽകുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. ഇനി അമേരിക്ക എങ്ങോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ഉത്തരം ലളിതമാണ്. വെസ്റ്റേൺ ഹെമിസ്ഫിയർ അഥവാ പടിഞ്ഞാറൻ അർദ്ധഗോളം. കാനഡ, മധ്യതെക്കേ അമേരിക്ക രാജ്യങ്ങൾ എന്നിവയുമായി സഹകരിച്ചു പോകും. പക്ഷെ അവിടെയും ഒരു നിബന്ധനയുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ അയൽ രാജ്യങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് നടപടിയെടുക്കുമെന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ ആഗ്രഹത്തിന് യൂറോപ്യൻ സഖ്യകക്ഷികൾ എതിര് നിന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രേഖ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗ്രീൻലാൻഡിലും പനാമ കനാലിലും അമേരിക്കയ്ക്ക് നിർണായക സ്വാധീനം ഉറപ്പാക്കുക എന്നത് പുതിയ പ്രതിരോധ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ചുരുക്കത്തിൽ ചൈനയുമായിട്ടുള്ള ശത്രുത കുറയ്ക്കുകയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും സ്വന്തം അതിർത്തികൾക്കും അയൽപ്പക്കത്തിനും മാത്രം മുൻഗണന നൽകുകയും ചെയ്യുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെ ഈ നീക്കം നാറ്റോയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.